ദുർഗാ ശീതകരോ ബലി പ്രേതം ശൂലവിശേഷണം ദുർഗാ ശീതകരോ ബലി ചന്ദ്രനെ കാളീസ ഏവ അബല ബലല്ലെങ്കിൽ ഭദ്രകാളിയെ ഭദ്രകാളിയാ നമ്മൾ പറഞ്ഞു. പിന്നെ പറയുന്നത് ചാമുണ്ഡി ഭദ്രകാളി അജ്ഞാതജേ യുഗ്മസമശ്രിത. ചാമുണ്ടിയോ ഭദ്രകാളിയെയും പറയാം. സജേ യുഗ്മസമാശ്രിത, യുഗ്മത്തില് ആശ്രയിച്ചിട്ടുണ്ട് എങ്കിൽ. അതുകൊണ്ട് ചാമുണ്ടീശ്വരി നമ്മൾ പറഞ്ഞു, അതും പറഞ്ഞു. പക്ഷെ ദുർഗയ്ക്ക് പ്രാധാന്യം കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടെ വിഷയം. ദുർഗയ്ക്ക് പ്രാധാന്യം കാണുന്ന ചന്ദ്രൻ, ദുർഗാ ചന്ദ്രന്റെ ദേവത. ചന്ദ്രന് ബലം വേണം. ബലമില്ല, പക്ഷബലവും കുറവ്. വ്യാഴന്റെ കൂടെ ചേർന്ന് നിൽക്കുന്നുള്ള ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. വ്യാഴന് അവിടെ ബലമില്ല. വ്യാഴന് നീചനല്ല. ഓക്കെ, ശൂന്യമേവ. ശുക്രനെ കൊണ്ട് നമുക്ക് യക്ഷിയെയും പറയാം, ഗണപതിയും പറയാം. അപ്പൊ അവരെ ഗണപതിയും നമുക്ക് പറയാം, ഒരു യക്ഷിയും പറയാം. ശനിയെ കൊണ്ട് മാളിനെയും പറയാം, അല്ലെങ്കിൽ ചാത്തനെ പറയാം, ഇങ്ങനെയൊക്കെ പറയാം അല്ലേ. പിന്നെ ശനിക്ഷേത്രത്തിൽ നിൽക്കുന്നത് കൊണ്ട് രാഹുവേയും കൂടെ നമുക്ക് പറയാം. രാഹു സർപ്പഗണ സ്മൃതാണ്. അപ്പൊ രാഹുവിനെ സർപ്പഗണമായിട്ട് പറയണം. പിന്നെ കേതുവേയും പറയണം. മന്ദോദിതം സ്വാശിതവേശ്വരോക്തം സോക്തം ജരാഹോ രഥഭൂമിയോക്തം സോക്തം നിജാധിഷ്ഠിതരാശിഭോക്തം കേതുശ്ചവാച്യം ഹൃദയം ബലാനാം, ഹൃദയം ബലാനാം ആണ് പറയുന്നത്. അപ്പം ശനിയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശനിക്ഷേത്രത്തിൽ നിൽക്കുന്നതായ രാഹുവിനെയും, അതേപോലെ ചന്ദ്രനെ എടുത്തു കഴിഞ്ഞാൽ ചന്ദ്രക്ഷേത്രത്തിൽ നിൽക്കുന്ന കേതുവിനെയും എടുത്തോളണം. എങ്ങനെ എടുക്കണം? മന്ദോദിതം, മന്ദൻ എന്താണോ പറഞ്ഞിരിക്കുന്നത്, സ്വാസിതപേശ്വരോക്തം, അത് ആശ്രയിച്ചിരുന്ന അധിപന് എന്താണോ പറഞ്ഞിരിക്കുന്നത്, സോക്തം ജാരാഹോ, അതാണ് രാഹുവിന് പറയേണ്ടത്. രാഹു സർപ്പഗണ സ്മൃത. മറ്റേത് എന്താ ചണ്ടാളബാധ, എന്താ ദേവത. അത്രയും പറയണം. ഓക്കെ. പിന്നെ പ്രേതബന്ധങ്ങൾ പറയണം. പ്രേതബന്ധങ്ങളൊക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിരിക്കുന്നത്, അത് ഒന്ന് മന്ത്രമൂർത്തി പറഞ്ഞിട്ടുണ്ട്, പിന്നെ യോഗീശ്വരം പറഞ്ഞിട്ടുണ്ട് ഇന്നലെ, പിന്നെ രക്ഷസിന്റെ കാര്യം ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, പിന്നെ കന്യകാചാവ്, കന്യാചാവ, പിന്നെ ഒരു മറുതയുടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അതിരിക്കട്ടെ. അപ്പൊ ഇത്രയും വിഷയമാണ് നമുക്ക് പ്രധാനമായിട്ട് കാണുന്നത്. ദുർഗ വരുന്ന കാണുന്നില്ലല്ലോ. ഏകദേശം 10 ആയല്ലോ. 10 ഇപ്പൊ 10 12